വെൽക്കം ടു യുവർ ഡോക്ടേഴ്സ് കണക്ട്. ഞാൻ ഡോക്ടർ അഞ്ജിത അക്ഷയ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ഫോർ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഒ പിയിൽ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഏത് സമയമാണ് ഒരു സ്ത്രീ പ്രഗ്നൻസി ആവാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ചിലർ ചോദിക്കുന്നത് എപ്പോഴത്തേക്ക്, എത്ര നാളത്തേക്ക്, ഏത് പ്രായം വരെ നമുക്കിത് നീട്ടിവെക്കാം. പല കാരണങ്ങളുണ്ടാകും. എല്ലാവരും എല്ലാം കംഫർട്ടബിളായിട്ട് 100% എല്ലാം സിറ്റുവേഷൻസും എല്ലാം ശരിയായി ഇരിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ നാച്ചുറലി ചോദ്യം വരും. ചിലർ ഒരു ജോലിയിൽ കയറിയിട്ടുണ്ടാവത്തേ ഉള്ളൂ, അതല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവരായിരിക്കും. പല പല കാരണങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, അങ്ങനത്തെ ഒത്തിരി വിഷയങ്ങൾ അവരെ അലട്ടുന്നതുണ്ടാവും. അപ്പോൾ എപ്പോഴാണെന്നുള്ളത് ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റൈറ്റ് ടൈം ഫോർ ഗെറ്റിംഗ് പ്രഗ്നന്റ് എന്ന് പറയുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 18 to 30 ഇയേഴ്സ് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാലയളവിൽ 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ആവാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് അണ്ടവുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഓരോ ഓവുലേഷൻ, ഒരു മാസം നിങ്ങൾക്കറിയാം, നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇപ്പോൾ 14th ഡേ ആണ് ഈ ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒറ്റ അണ്ടമാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏജ് കഴിയും തോറും മെനോപോസ് വരെ, ആർത്തവവിരാമം എത്തുന്നത് വരെ ഈ അണ്ടം ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ 30 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്പറിലും കുറവ് വരും, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും. അപ്പോൾ ഈ 35 ഇയേഴ്സ് എബവ് പോകുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല റീസൺ, സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ, അതായത് ഇപ്പോൾ ഡയബറ്റിസ് പോലെ അല്ലെങ്കിൽ പ്രഷർ പോലെ, ചിലർക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസ്, കൃത്യമായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നവരുടെ അതിൽ ഇറഗുലാരിറ്റീസ് വരിക, ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഫൈബ്രോയിഡ് പോലെ, അഡിനോമയോസിസ് പോലെ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലെ, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് പ്രഗ്നൻസി ആകാതിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഒരു റീസണും ഇല്ലാതെയും ഇൻഫെർട്ടിലിറ്റി നമ്മൾ കാണാറുണ്ട്. രണ്ടുപേർക്കും കാരണങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആകാതിരിക്കുന്നവർ. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് 35 വയസ്സ് കഴിയുമ്പോഴേക്ക് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു നേരിയ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊലോങ് ചെയ്യാൻ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയാറില്ല. പക്ഷെ നമുക്കത് അത്ര എളുപ്പമല്ല. എല്ലാവർക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എല്ലാവർക്കും എല്ലാ സിറ്റുവേഷൻസും ഫേവറബിൾ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കില്ല. പലർക്കും പല സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ എപ്പോഴാണ് ഒരു റൈറ്റ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ ബാക്കി സാഹചര്യങ്ങൾ, കുട്ടിയെ നോക്കാൻ ആളുണ്ടാവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സമയമാണ് ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടൈം. പക്ഷെ അത് ഒരാൾക്ക് പോലും പറ്റാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാമോ അല്ലെങ്കിൽ നീട്ടിവെക്കാമോ, എത്ര നാൾ വരെ നീട്ടിവെക്കാം എന്ന് ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നമ്മളത് പറഞ്ഞവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് ഈ സമയത്ത് പറ്റത്തില്ല, ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല 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 ഓപ്ഷൻസ് ഉണ്ട്. അതായത് അണ്ടം ഫ്രീസ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഭ്രൂണം, അണ്ടവും ബീജവും കൂടെ ചേർത്ത് എംബ്രിയോ ആക്കിയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കാം നമുക്ക് എത്ര വർഷം വേണമെങ്കിലും. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ റെഡി ആവുക ആ സമയത്ത് നമുക്ക് IVF പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പ്രഗ്നൻസി ആകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഒരു ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കേണ്ടതാണ്. അതിൽ ബാക്കി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ നമ്മുടെ പ്രയോറിറ്റി അതിന് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.